വോട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഭ്രാന്താണ്. ഈ രണ്ട് കള്ളന്മാരും ഒന്നും ചെയ്യുന്നില്ല ഈ നാട്ടിൽ. ഞങ്ങളുടെ ജീവിതം മുട്ടി കിടക്കുകയാണ്. അപ്പൊ ആരെന്നെ വഴക്ക് പറയാൻ? ഞാൻ ഇവിടെ BJP-ക്കാർക്കും ഞാൻ സപ്പോർട്ട് നിൽക്കുന്നു. ചന്ദ്രശേഖർ അങ്ങേരും വന്ന് അങ്ങേരുടെ തലവരും വന്ന് ആരെയും വിശ്വസിക്കാൻ പറ്റൂല. ഇനി വോട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇന്ന് കോൺഗ്രസ് രാത്രി ആകുമ്പോൾ BJP, കോൺഗ്രസിന്റെ പരിപാടി ഇതാണ്. വോട്ടുണ്ടതിന് മുമ്പ് ഞങ്ങൾക്ക് പാലം കെട്ടിത്തരണം. ആഴ്ണ രാജുവിന്റെ കുടുംബ വീട് എടുത്ത് പാലം കിട്ടുമെന്ന് പറഞ്ഞു. ലാസ്റ്റ് അവസായപ്പോ അയാൾക്ക് കോവിന്ദ. അത് ഏത് കാരണവശാലും BJP ജയിക്കാൻ പാടില്ല. അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ജനങ്ങൾ വോട്ടിടാൻ പോകരുത്. അപ്പൊ എങ്ങനെ മത്തിയല്ലേ? ഇല്ല, അയല. ഇവിടെ മത്തിയാണ് സെറ്റ്. ഇല്ല, അയലയാണ്. മേഘാസേന സമ്മതിക്കത്തില്ല. അയല വായിച്ചാൽ മതി. ഇവിടെ മത്തി അങ്ങോട്ട് വറുത്ത് കഴിഞ്ഞാണ്ടല്ലോ ഒരു പറ ചോറ്. അയല അങ്ങോട്ട് മുളകിട്ട് വെച്ചിട്ട് എന്നാ ടേസ്റ്റാന്നറിയോ? നീ അത് കഴിച്ചിട്ടില്ലാത്തോണ്ടാ. ആരതിക്ക് അയലയാണ് ഇഷ്ടം, എനിക്ക് മത്തിയാണ് ഇഷ്ടം. ഇതുപോലാണ് പലർക്കും പല അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമാണ്. അപ്പം നമ്മുടെ തിരഞ്ഞെടുപ്പൊക്കെ എത്തി നിൽക്കുകയാണ്. ഇതുപോലെ തന്നെ പല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും ഉള്ളവരാണ് ഇവിടെ എല്ലാവരും കാണുന്നത്. അപ്പം നമ്മുടെ തിരുവനന്തപുരം മണ്ഡലത്തിലെ വലിയതുറക്കാരുടെ അഭിപ്രായവും ആഗ്രഹവും ആവശ്യവും എന്താണെന്ന് നമുക്ക് നോക്കിക്കാണാം. ഒരു തെരഞ്ഞെടുപ്പാണ്, ആരായിരിക്കും ഇവിടെ വിജയിക്കുക? ഇവിടെ ജയിക്കുന്നത് വരുള്ളൂ. അതെന്താ അത്ര ഉറപ്പെന്താണ്? കൈ ഞങ്ങളുടെ കൈ പാരമ്പര്യം കൈ തന്നെ ജയിക്കും. ഈ പാലം നഷ്ടപ്പെട്ട് എത്ര വർഷമായി? ഈ പാലം പടുന്നതായ കഷ്ടങ്ങളും ദുരിതങ്ങളും പറയാൻ ആളില്ല. ആളുണ്ടാ? ഇല്ലല്ല. ഇന്ന് എത്ര ഉപജീവനക്കാരും നഷ്ടപ്പെട്ട കഷ്ടങ്ങൾ അനുഭവിക്കുന്നറിയാം. നമുക്കറിയാനുള്ള തരമില്ല ആരാണ് കോൺഗ്രസ് ആണ് ജയിക്കുന്നത്, അത് ഉറപ്പാണ്. ശശി തരൂർ ആരാ ഇവിടെ അവർക്ക് വോട്ടിടത്തുള്ളൂ. ഇവിടെ ഇത് കണ്ടില്ലേ പാലം, അതിൻ്റെ അവസ്ഥയൊക്കെ. ആര് ജയിച്ചാലും ഞങ്ങൾക്ക് ചെയ്യാനുള്ള കടമയുണ്ട്. പാലം ശരിയാക്കി തരിക, എങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഈ 3 മാസത്തെ ജീവിതം ഞങ്ങളുടെ സൗകര്യങ്ങൾ പോണത് പാലത്തിലാണ്. പാലം നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. ആര് ജയിച്ചാലും നമുക്ക് പ്രശ്നമല്ല, നമുക്ക് പാലം ശരിയാക്കി തരിക. ആര് ജയിച്ചാലും നാട്ടുകാർക്ക് വേണ്ടി നന്മ ഉണ്ടായിരുന്നാൽ മതി. ഈ പാലം പൊട്ടിയിട്ട് 2 മാസമായി. 2 മാസമായിട്ട് ആരും ഒന്നും തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾക്ക് ആ പാലത്തിൻ്റെ അടുത്ത് കടലടിക്കുമ്പോൾ വെള്ളം താത്തിയിട്ടിട്ട് മീൻ അതിൽ കൂടെ കൊണ്ടുവന്ന് ഇവിടെ കയറ്റി ഇറക്കിയാലേ ഞങ്ങൾക്ക് ജീവിതമുള്ളൂ. ഈ പാലം ശരിയായില്ലെങ്കിൽ പണിക്കൊക്കെ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് കോൺഗ്രസ് തന്നെ ജയിക്കണം. എന്താ കാരണം? എന്താണ് അത് കാരണമുണ്ട്. ഈ പാലം ഒടിഞ്ഞ് ഇനി ജീവിക്കാൻ ആർക്കും പറ്റൂല. ഈ പാലം മുറിഞ്ഞിട്ട് ഒറ്റ എണ്ണം വന്ന് തിരിഞ്ഞു നോക്കില്ല. ഞങ്ങൾക്ക് കോൺഗ്രസ് തന്നെ ജയിക്കണം. മത്സ്യത്തൊഴിലാളികൾക്ക് പിന്നെ ഹിന്ദുക്കളാകാൻ വേണ്ടി പറ്റൂല. മനസ്സിലായ? ഞങ്ങൾ ക്രിസ്ത്യാനി തന്നെ മരണം വേറെ. പിന്നെ ഇവർക്ക് BJP-ക്ക് വോട്ടിട്ട് ഞങ്ങളെല്ലാം ഹിന്ദുക്കളാകണം. ഞങ്ങളെ കൊണ്ട് പറ്റൂല. അത് ഏത് കാരണവശാലും BJP ജയിക്കാൻ പാടില്ല. രാജീവ് ചന്ദ്രശേഖർ വന്നായിരുന്നു ഇവിടെ? വന്നണക്ക് പോകും. ഒരു പണത്തിന്റെ പവർ കാണിക്കും. ഞങ്ങൾക്ക് ഏഴകളെ മതിയെന്നുള്ള തീരുമാനമാണ് ഞങ്ങളുടെ മനസ്സിൽ. പന്ന്യൻ രവീന്ദ്രൻ എങ്ങനെയുണ്ട്? അങ്ങേര് വന്ന് ജയിച്ച പിന്നെ അതിലുള്ളത് പിന്നെ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഞങ്ങളുടെ ഇഷ്ടം അങ്ങേര് തന്നെ ജയിക്കണം. പാവപ്പെട്ട ഒരു മനുഷ്യനാണ് പന്ന്യൻ രവീന്ദ്രൻ. പണമില്ല, ആള് സ്വാധീനമില്ല. നമ്മളൊരു പാർട്ടി കുറിച്ച് ഒന്നും പറയുന്നില്ല. കാരണം ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഈ പാലം കറക്റ്റായിട്ട് കെട്ടിത്തരണം. നമുക്ക് ഈ കടപ്പുറം മണ്ണ് ഡ്രഡ്ജ് ചെയ്തിട്ട് കടപ്പുറം ഉണ്ടാക്കി പുളിമുട്ട് ഉണ്ടാക്കി തരണം. ഇതൊക്കെയാണ് കാരണം. പിന്നെ ഈ റോഡ് വികസനമെന്നും പറഞ്ഞുകൊണ്ട് ആകെ 2 സെൻറ്റ് 2.5 സെൻറ്റ് സ്ഥലമുള്ളവരിടത്തുനിന്ന് സ്ഥലം പിടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാക്കി എന്തുകൊണ്ട് ജീവിക്കാനായിട്ട് പറ്റും? 15 വർഷം ശശി തരൂർ ജയിച്ച് പോയിട്ട് ഇവിടത്തെ പാലത്തിൻ്റെയോ കടലോ മത്സ്യത്തൊഴിലാളികൾക്കൊന്നും ചെയ്തിട്ടില്ല. രണ്ടാമത് പന്ന്യൻ രവീന്ദ്രൻ അയാൾ ജയിച്ച് ഉടനെ പോയിട്ട് കുറച്ച് അവിടെ ചെന്ന് ഭരണം നടത്തിയിട്ട് ഉടനെ അയാളെ അടിച്ച് പുറത്താക്കിയിട്ട് ഇപ്പോഴാണ് കൊണ്ടുവന്നത്. മറ്റേ ആളാണെങ്കിൽ ഇപ്പോഴും വന്നതേ ഉള്ളൂ. എല്ലാവരും എന്നെ സംബന്ധിച്ച് മോദി ഗ്യാരണ്ടി എന്ന് പറയുന്നത് അയാൾ എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന വ്യക്തിയാണ്. ഇനിയും ചെയ്യും. പക്ഷേ ഇവർക്കൊക്കെ അന്ധവിശ്വാസങ്ങൾ ഇനി വന്നു കഴിഞ്ഞാൽ ഇത് മതത്തിൻ്റെ ഇതിൽ ഇതാക്കുമോ അങ്ങനെ ഇങ്ങനെയെന്നുള്ള ഇതിലാണ്. നമ്മൾ നമ്മുടെ മതത്തിൽ തന്നെ ഇരിക്കുകയുള്ളൂ. LDF ജയിക്കും ഈ പ്രാവശ്യം. ചേട്ടൻ ഇവിടുത്തെ താരമാണെന്ന് പറയുന്നത് അത് വെറുതെ അവർ പറഞ്ഞു കളി. കച്ചവടം എങ്ങനെയുണ്ട്?
കച്ചവടം LDF ജയിക്കുള്ളൂ. വികസനം വരും. വികസനം വരും, ഉറപ്പാണ്. ഉറപ്പാണ്. 15 വർഷം ഇരുന്നവരൊന്നും ചെയ്തില്ല. എന്തിനു ചെയ്യാൻ 15 വർഷം ഇരുന്നവർ? ഒരു MP ആയിട്ട് വന്നിരുന്നു, അവരവരെ പാട്ടിന് പോയി. നിങ്ങൾക്കൊരു വികസനം വന്നിട്ടില്ല? ഒരു വികസനം വന്നിട്ട് ആ പാലം, ഉപജീവന മാർഗമാണ് പാലം, അത് വേറെ പൊട്ടി 2 പീസായി കിടക്കുന്നു. അതുപോലെ നന്നാക്കാൻ ആരുമില്ല, ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. നോക്കിയിട്ടുമില്ല. അത് ഉറപ്പാണത്. LDF സർക്കാർ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞ് പെൻഷൻ എല്ലാം കൊടുത്ത് തീർത്തു. 2 മാസം പെൻഷൻ കൂടെ കൊടുക്കുന്നുണ്ട്. അത് ഈ മാസം അടുത്ത മാസം എല്ലാം ചേർത്ത് കൊടുക്കും. ആ വികസനം കൊണ്ടാണ് LDF ജയിക്കും എന്ന് ഉറപ്പിച്ച് പറയുന്നത്. വേറെ ആരധികാരത്തിൽ വന്നാലും നിങ്ങൾക്കൊരു രക്ഷ കാണത്തില്ല. കാര്യം ഈ രണ്ടാം സർക്കാർ വന്നിട്ടും അവർ ഒന്നിനും ഒരു കുറവ് വയ്ക്കുന്നില്ല. പിന്നെ കള്ള അപരാധങ്ങൾ പറഞ്ഞുണ്ടാക്കും, അത് വേറെ സത്യമാണ്. അപരാധങ്ങൾ ആർക്കും പറയാമല്ലോ, അപരാധങ്ങൾ ആർക്കും പറയാം. എന്നെ കുറിച്ചുകൊണ്ട് അറിഞ്ഞില്ല ഇവിടെ താരം വന്നു. ഞാൻ ആ പാവപ്പെട്ട ഒരു മനുഷ്യ, ഞങ്ങളെ ഉപജീവന മാർഗം ഇതാണ്. നമുക്ക് വികസനം ഉണ്ടാവില്ല. വ്യവസായം എവിടെ അതാണ്ട് പാലം അടിഞ്ഞ് നടക്കുന്ന എന്തൊരു വ്യവസായം ഉണ്ടാക്കി നമ്മൾ അന്ന് ചേലേതാന്ന് തിരിഞ്ഞു. ആര് വന്നാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് പാലം കെട്ടി തന്നിട്ട് നിങ്ങൾ വോട്ടിടി. മത്സ്യത്തൊഴിലാളികളെ കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ മത്സ്യത്തൊഴിലാളികളെ ജീവിതം അവർ എടുത്തു കളഞ്ഞാൽ അത് അങ്ങനെ തന്നെ. ആരെങ്കിലും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് ശരിയാവുമെന്ന് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക്? എന്ന് പറയുന്ന നമുക്ക് ചെയ്യൂല, അവർ പറക്കല് തന്നെ. കടപ്പുറത്തേറി യാത് തോളകടമുണ്ട്, പാലത്തിൽ തോളകടമുണ്ട്. ഇവിടെ വോട്ട് ചോദിച്ചു വരുമ്പോൾ നിങ്ങളത് പറയും? ഓ, വന്നവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറഞ്ഞു. അപ്പൊ അവരെന്താണ് മറുപടി? അവർ പറയുന്നത് അവർ കെട്ടിത്തരുമെന്ന് പറയുന്നത്, ജയിക്കാൻ വേണ്ടിയിട്ട്. മത്സ്യത്തൊഴിലാളിയുടെ ജീവിതമാണ് ഈ പാലം. ആനിയടി മാസം വന്നാതെ കൊണ്ട് ഈ പാലത്തിലാണ് അതുകൾ ജീവിക്കുന്നത്. ദൂരെ പോയി പണിയെടുത്ത് കൊണ്ടുവന്നാൽ ഈ പാലത്തിന്റെ മോലെ കൂടിയാണ് മീൻ കെട്ടിയെടുക്കുന്നത്. അപ്പം അതൊക്കെ ഈ പാലത്തിൽ തുമ്പിട്ട് എത്രയേ മക്കൾ ജീവിക്കുന്നവർ, അവരുടെ ജീവിതങ്ങളെല്ലാം അടുത്താണ് മക്കളെ കിടക്കുന്നത്. അവിടെ മീറ്റിംഗ് വെച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ് എല്ലാം ഓക്കെ എന്ന് പറഞ്ഞ് ഈ ഇലക്ഷൻ തീർന്ന് 4 ദിവസം കഴിഞ്ഞിട്ട് അവർ പാലം ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞിട്ട്? ഇലക്ഷൻ കഴിഞ്ഞിട്ട് 4 ദിവസത്തിനകത്ത് പാലം ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. പക്ഷേ പാലമായിട്ട് തന്നെ കിടക്കും. അവൻ ജയിക്കുന്ന അവൻ്റെ കുടുംബത്തിന് അവൻ നോക്കും, അവൻ്റെ കാര്യത്തിന് അവൻ നോക്കും. വയസ്സൊന്നും ഒരു തള്ള കട്ടിലിൽ കിടന്ന ആ തള്ളേനെ ഈ തമിഴിൽ പറയും ഇരുത്തിയണത്തൊരു ഉമ്മ കൊടുക്കും. അതേ കണക്കാ തള്ളേനെ ഇങ്ങനെ വാരിയെടുത്ത് 1000 ഉമ്മ അപ്പോഴും കൊടുക്കും. എന്തെന്നറിയോ? വോട്ടിന് വേണ്ടി. ഈ ഗതികെട്ട് കിടക്കുന്ന ഏതെങ്കിലും ഒരു പാവപ്പെട്ടവരിനെ അവർ സമയത്തേക്ക് വന്ന് എത്തി നോക്കാനോ അവർക്ക് എന്തെങ്കിലും ഒരു നല്ല ഒരു വാക്ക് പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കാനോ ഇവരാരെങ്കിലും ഉണ്ടോ മക്കളെ? ഞാൻ ഉള്ള പരാതി പറഞ്ഞപ്പോൾ ഒരുത്തം വന്ന് എന്നെ മെനഞ്ഞാന്ന് വഴക്ക് പറഞ്ഞുകൊണ്ട് പോയി. അവൻ ആരെന്നെ വഴക്ക് പറയാൻ? എന്തിനാണ് വഴക്ക് പറഞ്ഞത്? ഞാൻ ഇവിടെ BJP-ക്കാർക്കും ഞാൻ സപ്പോർട്ട് നിൽക്കുന്നു. തിരിച്ചു ചോദിക്കാത്ത എന്തുകൊണ്ട് സപ്പോർട്ട് നിൽക്കുന്നത്? എൻ്റെ മകൻ താണ്ടോ ഇളയ മകൻ മൂത്ത മകനെ പോരല്ല, ഭയങ്കര മുൻകോപി. അവൻ എൻ്റെ അടുത്ത് നിൽക്കുന്നു. അതുകൊണ്ട് ഞാൻ ക്ഷമയെടുത്ത് അവന് ഞാൻ കൊടുക്കാം, സമാധാനമായിട്ട് കൊടുക്കും, കാണുന്നിടത്തിട്ട് കൊടുക്കുമോ. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അത് ശരിയാക്കും, പാലം ശരിയാവും? ഇല്ല, കോൺഗ്രസ് ഒന്നും ചെയ്യൂല മോളെ. പക്ഷെ കോൺഗ്രസ്സുകാരുടെ ഞങ്ങൾ വോട്ടിടുന്നതാണ്. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാരമ്പര്യമേ ഞങ്ങളുടെ ഈ വലിയറ തുറമുഖം കോൺഗ്രസ്സാണ്. പക്ഷെ എന്ത് ചെയ്യും, അവർ പാരമ്പര്യമായിട്ടും ഒരു മനുഷ്യർക്കൊന്നും ചെയ്യൂല. ഇപ്പോഴും വന്നപ്പോൾ 3 പാർട്ടിക്കാരും വന്ന് പറയും പാലം ശരിയാക്കി തരാം, ഫിഷിംഗ് ഹാർബർ ഇട്ട് തരാം, തീരം പിടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അവരുടെ ഇലക്ഷൻ കഴിഞ്ഞ് പറഞ്ഞാൽ അവരവരെ പാർട്ടി ചെയ്യും. നമ്മളിവിടെ കിടന്ന് തിരയിൽ കിടന്ന് അടിയും പിടിയും കൊള്ളേണ്ട തന്നെ. ശശി തരൂർ. എന്തായിരിക്കും കാരണം? കാരണം ശശി തരൂരുടെ പ്രവർത്തനങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള ഒരു നേതാവാണ് ശശി തരൂർ. അതുകൊണ്ട് ശശി തരൂർ തന്നെ ജയിക്കണം. നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP-യുടെ സ്ഥാനാർത്ഥി ജയിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അവർ ജയിച്ചാലേ നമ്മുടെ ഇവിടെ കടപ്പുറ തീരദേശത്ത് വികസനം വരുള്ളൂ. ഇല്ലെങ്കിൽ ഈ ഇടതും വലതും ആര് ജയിച്ചാലും ഇവിടെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഇവിടെ കോൺഗ്രസ്സുകാർ പറഞ്ഞു പറ്റിച്ചിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിപ്പൂർ കേസ്. മണിപ്പൂർ ഇന്നലെ നടക്കുന്ന സംഭവമല്ലല്ലോ. മണിപ്പൂർ കാലാകാലങ്ങൾ കൊണ്ട് നടക്കുന്ന സംഭവങ്ങളാണ്. അതാണ് ഇവിടെ ക്രിസ്ത്യാനികളുടെ അടുത്ത് പറഞ്ഞുണ്ടാക്കിയിരുന്നത്. പിന്നെ നമ്മുടെ BJP-യുടെ സ്ഥാനാർത്ഥി ഇവിടെ വാക്ക് തന്നിട്ടുണ്ട്. അയാൾ ജയിച്ചു കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ 4 ദിവസത്തിനുള്ളിൽ പാലത്തിൻ്റെ പണി തുടങ്ങുമെന്ന് നമുക്ക് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ വാക്ക് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹാർബറിൻ്റെ പണി ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞത് ചെയ്യുന്നവരാണ്. ഇതേപോലെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരുടെ പോലെയല്ല. ശശി തരൂർ ഇത്ര നാളുമായിട്ട് ഇവിടെ തീരദേശം തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ശശി തരൂരിനെ കോൺഗ്രസ് ജയിച്ചാൽ നമുക്ക് ജീവിതമുണ്ട്. ആരും ഒന്നും ചെയ്യത്തില്ല. അവരവർ ജയിച്ച് അവരവരെ കാര്യം നോക്കി അവർ പോകും. ഞങ്ങൾ ഈ ഞങ്ങളുടേതായ കഷ്ടങ്ങളും പ്രയാസങ്ങളും പറഞ്ഞാലും ഒരു ഫലവും ഇല്ല. കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും കോൺഗ്രസ്, ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ കോൺഗ്രസ്. ഈ പാലം അലങ്കോലപ്പെട്ട് കിടക്കുന്നു. തിരിഞ്ഞു നോക്കാൻ വേണ്ടി ഒരു ഒറ്റണം വന്നില്ല. ഇലക്ഷൻ വരുമ്പോഴും പറയണമെന്നുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തു തരാം. അത് പറഞ്ഞിട്ട് പോകണമല്ലാതെ ഒരു ഫലവുമില്ല. ഇവിടുത്തെ ജനങ്ങളെ കഷ്ടപ്പെട്ട് കിടന്ന് അലങ്കോലപ്പെടുന്നതല്ലാതെ വേറെ ഒരു കാര്യവും നടക്കത്തില്ല. ശശി തരൂരാണ് ജയിക്കാൻ സാധ്യത കൂടുതലുള്ളത്.
ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ആരെ വിജയിക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? കേന്ദ്രം ഭരിക്കുന്നവർ ഇവിടെയും ഭരിക്കണം, അല്ലാതെ ആരും ജയിച്ചിട്ട് കാര്യമല്ല. എന്തൊക്കെ ആവശ്യങ്ങളാണുള്ളത്? കുറേ ആവശ്യങ്ങളുണ്ട് നമുക്ക്. മുറിഞ്ഞ് കിടക്കുന്നത് കണ്ടില്ലേ? ഈ പാലം ഉണ്ടെങ്കിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു 6 വരെ കെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞു കാലാകാലം കൊണ്ട് എൻ്റെ തലമുറയ്ക്ക് മുമ്പേ പറഞ്ഞു, ഇതുവരെയ്ക്കും നടന്നില്ല. ഇത്രയും കാലം കൊണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും ഞങ്ങളൊക്കെ കൊണ്ട് കളിപ്പിച്ച് ഞങ്ങൾ അവസാനം ഇപ്പം കമ്മ്യൂണിസ്റ്റും വേണ്ട, കോൺഗ്രസും വേണ്ട, BJP വേണ്ട, ആരും വേണ്ടാതായി. ഈ വോട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഭ്രാന്തളവി. കാരണം 60 വർഷം കൊണ്ട് ഞങ്ങളെ പറ്റിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഈ വർഷമെങ്കിലും ഞങ്ങൾക്കൊരു തുറമൊക്കെ 6 പേർ കെട്ടിത്തരാം, ഈ പാലമൊക്കെ ശരിയാക്കി തരാമെന്ന് 60 വർഷം കൊണ്ട് ഞങ്ങൾ അച്ഛൻ്റെ കാലം മുതൽ പറഞ്ഞ് ഇവർ ഞങ്ങളെ പറ്റിച്ച്. ഇപ്പം അതുകൊണ്ട് ഇവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കോൺഗ്രസിനെ ജയിക്കാൻ പ്രതീക്ഷിക്കാം. കോൺഗ്രസ് വന്നാൽ വികസനം ഉണ്ടാവും. ഇവിടെ ആര് ജയിച്ചാലും തീരദേശത്തൊന്നും ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇതുവരെ ഒറ്റ ഇവിടെ ചെയ്തിട്ടില്ല തീരദേശത്ത്. എന്നാലും നിങ്ങൾക്ക് പറയാനുള്ള എന്താണ്? വോട്ട് ചോദിച്ച് വരാനുള്ളവരടുത്ത് എല്ലാവരും ഇങ്ങനെ സമയമാകുമ്പോൾ വരും, ഞങ്ങൾക്ക് ചെയ്ത് തരി, ഞങ്ങളെ എല്ലാവരും വാൾത്താനം പറയും. പക്ഷെ സമയമാകുമ്പോൾ കാലമായിരിക്കണം, ഇത്രയേ ഉള്ളൂ. ആരധികാരത്തിൽ വന്ന വികസനം വരും? അതിപ്പോൾ ആരെന്ന് പറയാൻ പറ്റൂല, എനിക്ക് ആ ഉറപ്പായിട്ട് പറയില്ല. ആര് വന്നാലും നല്ല ഇവിടെ പാലത്തിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, ഇവിടെ ഒരു 6 ഭരണം ആവശ്യമുണ്ട്. ജനങ്ങൾ ആപ്പാടെ ഒന്നാമത്തെ കാര്യം ഈ ചൂടിൻ്റെ ഇതുകൊണ്ട് പകലും രാത്രി ഉറക്കമില്ലാതെ പറ്റിക്കണം. അത് കണക്കിന് ഇതിൻ്റെ അവസ്ഥകൾ വെച്ചാൽ പ്രകൃതിയിലെന്ന് പറയാൻ പറ്റില്ല. ഇത് ഒരുപാട് പാലം ഇങ്ങനെ ഒരു പീസ് പോയി. എൻ്റെ മനസാക്ഷിയെ വഞ്ചിക്കാതെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യണ അവർക്കേ ചെയ്യുള്ളൂ. അവരെ വികസനം കൊണ്ടുവരും, ഉറപ്പായിട്ട് കൊണ്ടുവരണം. കോൺഗ്രസ് തന്നെ കൊണ്ടുപോകണം. കോൺഗ്രസ് വന്നാൽ ശരിയാവും. അത് വന്നാലേ ശരിയാവുള്ളൂ, വേറെ ആര് വന്നാലും ശരിയാവില്ല. ആ പാലം മൊത്തം മുറിഞ്ഞിടയും ഈ 2 കള്ളന്മാർ, ഈ 2 രാഷ്ട്രീയക്കാരന്മാർ ഒരു വകയും ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു പുതിയൊരാൾക്ക് കൊടുത്താൽ അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് പിന്നെ ഇവന്മാർക്ക് പേടി തോന്നും. അപ്പോൾ അവൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യും, പുതിയതായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ അത് കണ്ട ഇവന്മാർക്ക് 2 പേർക്കും പേടിയാവും. ആ കേന്ദ്രം അവനല്ലേ ഭരിക്കുന്നത്. ഇവന്മാർ പിന്നെ കൂടും എടുത്തോണ്ട് പോകേണ്ട തന്നെ. ഇവന്മാർ ജയിക്കുന്നു, ഇവന്മാരുടെ കുടുംബത്തിന് കോടികൾ വാരുന്നു. ഈ ജനങ്ങൾക്ക് ഇവന്മാർ എന്തിനു? ഈ 2 പാർട്ടിക്കാരുടെ കള്ളന്മാർ തന്നെ. ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? എനിക്ക് സത്യത്തിൽ ഒരു പ്രതീക്ഷയില്ല. എന്താണ് നമ്മുടെ പ്രതീക്ഷ എല്ലാം തകർന്നു. അതുകൊണ്ട് നമുക്കിന് കൈയും കല്ലിന് ആരോഗ്യമുണ്ടോ വല്ല ജോലി ചെയ്ത് തിന്നുക പോവുക, ഇതേ ഉള്ളത് നമ്മുടെ ഒരു പ്രതീക്ഷ. നേതാക്കന്മാരൊക്കെ എങ്ങനെയുണ്ട്? നമ്മൾ ആരെയും കുറ്റവും പറയത്തില്ല, ആരെയും പുകഴ്ത്തുകയും പറയത്തില്ല. കാര്യങ്ങളില്ല നമുക്ക്. എൻ്റെ സ്വന്തം കാര്യം സ്വന്തമായി നമ്മൾ അന്ന് ജോലി ചെയ്യുക, അന്ന് തിന്നുക. നമ്മള് ജയിപ്പിച്ചു വിട്ട ആളുകളല്ലേ, അപ്പൊ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യണ്ടേ? ഇവിടെ പലവരെയും ഇവിടെ ജയിപ്പിച്ചു വിട്ടപ്പോൾ അവര് ഒരു പ്രതിഫലം ഇവിടെ കാണിച്ചിട്ടില്ല. പക്ഷെ ഒരേപോലെ MP ആയിട്ടിരുന്ന ആളാണ് ശശി തരൂർ സാറ്. ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ എന്നിട്ട് അതിനൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. വേറെ ആർക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്? രാജചന്ദ്രശേഖരനെ ചെയ്ത് നോക്കണം. 5 വർഷം ഒന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ വോട്ടേ ചെയ്യത്തില്ല. വലിയ തുറക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ കാണുന്ന പാലമാണ്. അവരുടെ അന്നമാണ് ഈ പൊട്ടിക്കിടക്കുന്ന പാലം. തിരഞ്ഞെടുപ്പിന് അവർ പ്രധാനമായി ഉന്നയിച്ചിരിക്കുന്ന വിഷയവും ഈ പാലത്തിന്റെ പണി പൂർത്തിയാക്കണമെന്ന് തന്നെയാണ്. വരുന്ന സ്ഥാനാർത്ഥികളോടെല്ലാം തന്നെ ഇവർ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നതും ഈ പാലം നന്നാക്കി തരാനാണ്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്.